triangle ABC, AB equal to 8 centimeter. AB equal to 8 centimeter. BC equal to 6 centimeter. And AC is equal to 10 centimeter. Question A, what kind of triangle is this? Question B, what is the position of B based on the circle with AC as the diameter? Why? What is the position of A based on the circle with BC as diameter? Why? And the last one, what is the position of the point C based on the circle with diameter AB? So a triangle with the AB 8 centimeter. We can draw a rough figure. AB 8 centimeter and BC 6 centimeter and AC is equal to 10 centimeter. Okay. This is the triangle. ABC, AB 8 centimeter, BC 6 centimeter, this is 10 centimeter. Since these three numbers form a Pythagorean triplet, കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. Pythagorean triplet ആണെങ്കിൽ that is 8 square plus 8 square plus 6 square is equal to 10 square. അതുകൊണ്ടാണ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് മാറിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല നമുക്ക്. ഇതൊരു പൈതഗോറിയൻ ട്രിപ്പിളറ്റ് ആയതുകൊണ്ട് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇനി അതിൻ്റെ ബി പാർട്ടാണ്. എന്താണ് ബി പാർട്ട്? വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ബി ബേസ്ഡ് ഓൺ ദി സർക്കിൾ വിത്ത് എ സി ആസ് ദി ഡയമീറ്റർ വൈ എന്നാണ്. എന്താണ് എ സി ഒരു വ്യാസമായി വൃത്തം വരച്ചാൽ, എ സി വ്യാസമായി വൃത്തം വരച്ചാൽ ബിയുടെ സ്ഥാനം എവിടെയാണെന്നാണ്. അതാണ് അതിൻ്റെ ബി പാർട്ട്. ഓക്കെ, മലയാളം മീഡിയംകാർ അങ്ങനെ ആണ് ബി പാർട്ട് എന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് വരേണ്ടത്. എ സി വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ബിയുടെ സ്ഥാനം എവിടെയാണ്, എന്തുകൊണ്ട്? ഇതാണ് അതിൻ്റെ ബി പാർട്ട്. അപ്പോൾ എ സി വ്യാസമായ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ബി ആ വൃത്തത്തിലെ ഒരു പോയിന്റ് ആയിരിക്കും. ആംഗിൾ കോൺ എ ബി സി 90 ഡിഗ്രി ആയതിനാൽ എന്താണ് എ സി വ്യാസമായി വൃത്തം വരച്ചാൽ, എ സി വ്യാസമായി വൃത്തം വരച്ചാൽ ബി എന്ന ബിന്ദു വൃത്തത്തിൽ ആയിരിക്കും, വൃത്തത്തിലെ ബിന്ദു ആയിരിക്കും, വൃത്തത്തിലെ ബിന്ദു ആയിരിക്കും. ഇങ്ങനെ വേണം എഴുതാൻ മലയാളം മീഡിയംകാർ. ഇംഗ്ലീഷ് മീഡിയംകാരെന്ന് എഴുതും സിൻസ് ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ ബി ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ എന്ന് എഴുതണം. ഓക്കെ, നൗ സി പാർട്ട്. സി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എ ബേസ്ഡ് ഓൺ ദി സർക്കിൾ വിത്ത് ബി സി ആസ് ഡയമീറ്റർ. ബി സി ഡയമീറ്റർ ആയിട്ട് വൃത്തം വരച്ചാൽ ഇവിടെ എ എന്ന് പറയുന്ന ആംഗിൾ, ഇതിൽ ഈ ത്രികോണത്തിലെ ഈ ട്രയാങ്കിളിലെ ഈ രണ്ട് ആംഗിളും 90യേക്കാൾ കുറവാണ്. അപ്പോൾ ഇത് 90യേക്കാൾ കുറവാണ്, ഇത് ലെസ് ദാൻ 90 ആണ്, ഇതും ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ഓക്കെ, ലെസ് ദാൻ 90 ആണ് ഈ രണ്ട് കോണുകളും. അപ്പോൾ തീർച്ചയായിട്ടും ബി സി വ്യാസമായി വൃത്തം വരച്ചാൽ ഇഫ് യു ഡ്രോ എ സർക്കിൾ സിൻസ് ആംഗിൾ എ
since angle A less than 90 degree, if we draw a circle with BC as diameter, comma, the point A lies outside the circle. Okay. Now D part. What is D? D എങ്ങനെ എഴുതും? What is the position of the point C based on the circle with diameter AB? AB diameter ആയിട്ട് സർക്കിൾ വരച്ചാൽ അത് ഇതുപോലെ തന്നെ എഴുതണം. Since angle C, കോൺ C less than 90 ഡിഗ്രി ആയതിനാൽ AB വ്യാസമായി വൃത്തം വരച്ചാൽ സി എന്ന ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കും. Okay. In the picture, a circle is drawn with a line as diameter and a smaller circle with half the line as diameter. Prove that any chord of the larger circle through the point where the circle meet is bisected by the small circle. ചിത്രത്തിൽ ഒരു വര വ്യാസമായ ഒരു വൃത്തവും വരയുടെ പകുതി വ്യാസമായ ഒരു ചെറുവൃത്തവും വരച്ചിരിക്കുന്നു. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഏത് ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യുന്നുവെന്ന് തെളിയിക്കുക. ഇതാണ് ചോദ്യം. ഓക്കെ, ചോദ്യത്തിലെ ചിത്രമാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നമുക്കിവിടെ ഈ ചിത്രത്തിലുള്ള ബിന്ദുക്കൾക്ക് ഓരോ പേര് കൊടുക്കാം. പേര് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇവിടെ എ ബി എന്ന് പറയുന്നത് ഈ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് എ ബി. ആ വലിയ സർക്കിളിൻ്റെ കേന്ദ്രം സെൻറ്ററാണ് ഒ ഡാഷ്. ചെറിയ സർക്കിളിൻ്റെ കേന്ദ്രം ഒ ആണ്. വലിയ സർക്കിളിൽ എ സി എന്ന് പറയുന്ന ഒരു ഞാണുണ്ട്. ഞാൻ എ സി ആണ്. ചെറിയ സർക്കിളിലെ ഞാനാണ് എ പി എന്ന് പറയുന്നത്. ഇപ്പം എ ബി വ്യാസമായതുകൊണ്ട്, ഡയമീറ്റർ ആയതുകൊണ്ട് ഇതൊരു അർദ്ധവൃത്തമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ ഈ ബിയും സിയും തമ്മിൽ യോജിപ്പിക്കുകയാണ്. ബിയും സിയും തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്കവിടെ ഒരു അർദ്ധവൃത്തത്തിലൊരു കോൺ ഉണ്ടാവും. നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ ബി സി എന്ന് പറയുന്നത് യോജിപ്പിച്ചു. ഓക്കെ, അത് നമ്മൾ ചോദ്യത്തിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ വരച്ചു ചേർക്കുന്നതാണ്. ബി സി യോജിപ്പിച്ചു. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, കോൺ സി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതേപോലെ പി ഒ ഡാഷും നമുക്ക് യോജിപ്പിക്കാം. പി ഒ ഡാഷ് യോജിപ്പിച്ചാൽ പി ഒ ഡാഷ് പി ഒ ഡാഷ് യോജിപ്പിച്ചാലും അവിടെ പിയിൽ ഉണ്ടാകുന്ന കോണും 90 ഡിഗ്രിയാണ്. കാരണം ഈ ചെറിയ വൃത്തത്തിലെ എ ഒ ഡാഷ് എ എന്ന് പറയുന്ന ഒരു വ്യാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺ പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഒ ഡാഷ് പി വരച്ചു ചേർക്കുന്നു, ബി സി വരച്ചു ചേർക്കുന്നു. കോൺ പി 90 ഡിഗ്രി, കോൺ സി 90 ഡിഗ്രി. കോൺ പി 90 ഡിഗ്രിയാണ്. കോൺ സി എന്ന് പറയുന്നതും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് ത്രികോണങ്ങൾ നമുക്കെടുക്കാം. ഏതൊക്കെ ത്രികോണങ്ങൾ? ഇത് രണ്ടും 90 ഡിഗ്രി ആയതുകൊണ്ട്, കോൺ പിയും 90 ഡിഗ്രിയാണ്, കോൺ സിയും 90 ഡിഗ്രി ആയതുകൊണ്ട് ഒ ഡാഷ് പി എന്ന് പറയുന്നത്, therefore ഒ ഡാഷ് പി എന്ന് പറയുന്നത് സമാന്തരമാണ്, ബി സിക്ക് സമാന്തരമാണ്. ഒ ഡാഷ് പിയും ബി സിയും, ഒ ഡാഷ് പി എന്ന് പറയുന്ന വര എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാരലൽ ടു ബി സി. അത് രണ്ടും ബി സിക്ക് സമാന്തരമാണ്. അങ്ങനെ സമാന്തരമായി കഴിഞ്ഞാൽ ആ രണ്ട് ത്രികോണങ്ങളിലെ സമാന്തരമായി കഴിഞ്ഞാൽ ആ രണ്ട് ത്രികോണങ്ങൾ ഒ ഡാഷ് എ പിയും, therefore ത്രികോണം ഒ ഡാഷ് എ പി, അതുപോലെ അടുത്തത് എ ബി സി, ത്രികോണം എ ബി സി, ഇവ സദൃശ ത്രികോണങ്ങളാണെന്ന് പറയാം, സിമിലർ ട്രയാങ്കിൾസ്. സദൃശ ത്രികോണങ്ങൾ ആണ്. സിമിലർ ട്രയാങ്കിൾസ്, സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, എന്താ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാൻ കാരണം? രണ്ട് ആംഗിൾ സെയിം ആയാൽ മതി. ഇവിടെ എൻ്റെ കാരണമായിട്ട് നമുക്ക് ആ ആംഗിൾ കോണുകൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന്, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് കോൺ പി ഈക്വൽ ടു കോൺ സി ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ്. അപ്പോൾ ഒരു കോൺ തുല്യമായി. അടുത്തത് കോൺ എ എന്ന് പറയുന്നത് പൊതുവായ കോണാണ്. കോൺ എ കോമൺ ആംഗിൾ ആണ്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് പറയാം ഈ രണ്ട് കാര്യങ്ങളാണ് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, അങ്ങനെയാവുമ്പോൾ അതിൻ്റെ വശങ്ങൾ ആനുപാതികമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. തുല്യ വശങ്ങൾക്ക്, തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമാണെന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ തുല്യ കോണുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു പിയും സിയും തുല്യമാണ്, എക്ക് പൊതുവായ കോണാണ്, രണ്ട് ത്രികോണത്തിലും എ പൊതുവായി വരുന്ന കോൺ ആണ്. പിന്നെ വരുന്ന കോണുകൾ എന്ന് പറയുന്നത് എ ഒ ഡാഷ് പിയും, കോൺ എ ഒ ഡാഷ് പി എന്ന് പറയുന്നതും കോൺ എ ബി സിയും ഇതും സെയിമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിക്കാം നമുക്ക്. അത് ഉപയോഗിക്കുമ്പോൾ ഇതിന് എതിരെ കിടക്കുന്ന വശം എന്ന് പറയുന്നത് എ പി ആണ്. എ പി ഈ കോണിനെതിരെ കിടക്കുന്ന വശം. ബിക്ക് എതിരെ കിടക്കുന്ന വശം എന്ന് പറയുന്നത് എ സി ആണ്. അപ്പോൾ എ പി ബൈ എ സി സമമാണ്. അടുത്തത് പിക്ക് എതിരെ കിടക്കുന്ന വശം എന്ന് പറയുന്നത് എ ഒ ഡാഷ് ആണ്. എ ഒ ഡാഷ് ബൈ സിക്ക് എതിരെ കിടക്കുന്ന എന്ന് പറയുന്നത് എ ബി ആണ്. അത്ര മതി. ഓക്കെ, അപ്പോൾ എ പി ബൈ എ സി എന്ത് കിട്ടും? എ പി ബൈ എ സി എന്ന് പറയുന്നത് എ ഒ ഡാഷ് എന്ന് പറയുന്നത് ആരമാണ്, വലിയ വൃത്തത്തിൻ്റെ ആരമാണ് എ ഒ ഡാഷ്. എ ബി എന്ന് പറയുന്നത് വലിയ വൃത്തത്തിൻ്റെ വ്യാസമാണ്, ആരത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ എ ഒ ഡാഷ് നമുക്ക് വലിയ വൃത്തത്തിൻ്റെ ആരം ആയിട്ട് നമുക്ക് എഴുതാം.
എ ഒ ഡാഷ്. അതിനുവേണ്ടി ഈ വലിയ വൃത്തത്തിൻ്റെ ആരമായതുകൊണ്ട് ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. ഇത് 2 ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഇത് 1/2 എന്ന് കിട്ടും. ക്യാപിറ്റൽ ആറ് വലിയ വൃത്തത്തിൻ്റെ ആരം. ഒ ഡാഷ് എയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എ ബി അതിൻ്റെ ഇരട്ടിയാണ്, 2R എന്നാവും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ പി ബൈ എ സി 2 എന്ന് കിട്ടും. ക്രോസ് എ പി ബൈ എ സി 1/2 എന്ന് കിട്ടും. എ പി ബൈ എ സി ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും 2 ഇൻറ്റു എ പി. 2 ഇൻറ്റു എ പി ഈസ് ഈക്വൽ ടു എ സി എന്ന് കിട്ടും. എന്താണ്, എ പിയുടെ ഡബിൾ എടുത്താൽ എ സി കിട്ടും. ദെർഫോർ എന്തെഴുതാം, പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ്. അതുകൊണ്ട് പി എ സിയുടെ മധ്യബിന്ദുവാണെന്ന് എഴുതാം. പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ സി. പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ സി. പി എ സിയുടെ മധ്യബിന്ദുവാണ്. ഓക്കെ. The two circles in the picture cross each other at A and B. At this point A and B. Okay. The points P and Q are the other ends of the diameters through A. P and Q are the end of the diameter through the point A. Prove that this P, B, Q lie on the line. And second one, prove that PQ is parallel to this PQ, the straight line PQ is parallel to the line joining the centers of the circle. The line joining the centers of the circle. സർക്കിളിൻ്റെ സെൻറ്റർ, ചെറിയ സർക്കിളിൻ്റെ സെൻറ്റർ ഒ എന്നും വലിയ സർക്കിളിൻ്റെ സെൻറ്റർ ഒ ഡാഷ് എന്നും കൊടുത്താൽ അവ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഈ പി ക്യൂവിന് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ ലെങ്ത്, ഈ ഒ ഡാഷിൻ്റെ ലെങ്തിൻ്റെ ഡബിൾ ആണ് പി ക്യൂവിൻ്റെ ലെങ്ത് എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ 2 വൃത്തങ്ങളുണ്ട്. ആ 2 വൃത്തങ്ങളിൽ എ പി ചെറിയ വൃത്തത്തിൻ്റെ ഡയമീറ്ററാണ്, വ്യാസമാണ്. എ ക്യു വലിയ വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഈ 2 വൃത്തങ്ങൾ ബിയിൽ ഖണ്ഡിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം നമുക്ക് തെളിയിക്കേണ്ടത് പിയും ബിയും ക്യൂവും ഒരേ വരയിലാണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഈ പി ക്യുവിൻ്റെ പാരലായിട്ടാണ് ഈ കേന്ദ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര പി ക്യുവിന് സമാന്തരമാണെന്ന് തെളിയിക്കണം. അതേപോലെ പി ക്യുവിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ ഒ ഡാഷ് എന്ന് പറയുന്ന വരയുടെ നീളത്തിൻ്റെ ഇരട്ടിയാണെന്നും പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ആദ്യം പി ബി എന്ന് പറയുന്ന വര ഇവിടെ യോജിപ്പിക്കും. അതേപോലെ എ ബി എന്ന് പറയുന്ന വരയും യോജിപ്പിക്കും. അപ്പോൾ ചെറിയ വൃത്തത്തിൽ ഒരു ത്രികോണം ഉണ്ടാവും. ജോയിൻ പി ബി ആൻഡ് എ ബി. സോ there is a triangle. We get a triangle APB in this smaller circle. ചെറിയ സർക്കിളിൽ ഒരു ത്രികോണം ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ വലിയ വൃത്തം എടുത്തു കഴിഞ്ഞാൽ അവിടെ ബി ക്യൂവും എ ബിയും യോജിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ വലിയ വൃത്തത്തിലും ഒരു ത്രികോണം ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഈ 2 വൃത്തത്തിൽ ഈ ത്രികോണങ്ങൾ, ഈ എ പി എന്ന് പറയുന്നത് വ്യാസമാണ്, ഡയമീറ്റർ ആണ്. അപ്പോൾ എ പി ബി എന്ന് പറയുന്ന ത്രികോണം അല്ലെങ്കിൽ ആംഗിൾ എ പി ബി, എ ബി പി, നോട്ട് എ പി ബി, എ ബി പി, ഇവിടെ ബിയിൽ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ എ ബി ബി ക്യു, അത് ഇവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആ 2 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അതുകൊണ്ട് എ ബി ക്യു എന്ന് പറയുന്നത് ഒരേ വരയിലാണെന്ന് കാണാൻ പറ്റും. എ ബി ക്യു എന്ന് പറയുന്നതിൻ്റെ കോണളവ് കാണാൻ, പി ബി ക്യുവിൻ്റെ കോണളവ് കാണാൻ ഈ പി ബി എയും ക്യു ബി എയും തമ്മിൽ കൂട്ടിയാൽ മതിയാവും. പി ബി എയും ഈ കോണാണ്, അതുപോലെ ക്യു ബി എയും തമ്മിൽ കൂട്ടുക. അപ്പോൾ ഇത് 90 ആണ്, ഇപ്പുറത്തും 90 വരും, അത് 180 ആവും. അപ്പോൾ 180 ഡിഗ്രി ആകുമ്പോൾ ഇതൊരു നേർരേഖയായിട്ട് മാറും.
ഒറ്റ നീളമുള്ള ഒറ്റ വരയായിട്ട് മാറും. അപ്പോൾ പിയും ബിയും ക്യൂവും ഒരേ വരയിലാണെന്ന് കാണാം. അതാണ് നമ്മൾ ഒന്നാമത് ചെയ്യുന്ന കാര്യം. AP is the diameter of the smaller circle. Okay. B is a point on the circle. എന്താണ്? AP ചെറിയ സർക്കിളിൻ്റെ വ്യാസമാണ്. ബി എന്ന് പറയുന്നത് ആ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അങ്ങനെയാണെങ്കിൽ therefore ആംഗിൾ ABP, കോൺ ABP, ആ ബിയിൽ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആവും. ഇതേപോലെ വലിയ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ABQ, കോൺ ABQ എന്ന് പറയുന്നതും 90 ഡിഗ്രി ആവും. തീർച്ചയായിട്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ആഡ് ചെയ്താൽ, ഇത് കൂട്ടിയാൽ ABP പ്ലസ് കോൺ ABQ എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. അതുകൊണ്ട് പിയും ബിയും ക്യൂവും 180 ഡിഗ്രി ആയാൽ പിയും ബിയും ക്യൂവും ലൈ ഓൺ ദി ലൈൻ, ഒരു നേർരേഖയിലാണെന്ന് കാണിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. നേർരേഖയിലാണ്, പിയും ബിയും ക്യൂവും നേർരേഖയിലാണെന്ന് തെളിയിക്കാൻ പറ്റും. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ OO ഡാഷ് എന്ന് പറയുന്നതും PQ എന്ന് പറയുന്ന വരയും സമാന്തരമാണെന്ന് തെളിയിക്കണം. അതേപോലെ നീളത്തിന്റെ പകുതിയാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ നീളത്തിന്റെ ഇരട്ടിയാണ് PQവിന്റെ നീളമെന്ന് തെളിയിക്കണം. ഓക്കെ. അതിന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ് ഉപയോഗിക്കുന്നത്. AO എന്ന് പറയുന്ന നീളം, AO എന്ന് പറയുന്ന വരയും AO എന്ന് പറയുന്ന വരയും OP എന്ന് പറയുന്ന 2 വരയും എടുത്താൽ ഈ 2 വരയുടെ നീളങ്ങൾ തുല്യമായിരിക്കും. കാരണം O വൃത്ത കേന്ദ്രമായതുകൊണ്ട്. ത്രികോണം ട്രയാങ്കിൾ AOO ഡാഷ്, ഈ ത്രികോണം കൺസിഡർ ചെയ്യാം. AOO ഡാഷ്, AOO ഡാഷ്, അടുത്തത് ത്രികോണം APQ, ഓക്കെ. ഈ 2 ത്രികോണങ്ങൾ പരിഗണിക്കുക. ഈ 2 ത്രികോണങ്ങളിൽ AO ബൈ OP, AOയെ OP കൊണ്ട് ഹരിച്ചാൽ, O വൃത്തകേന്ദ്രമായതുകൊണ്ട് AOനെ OP കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 1 ആയിരിക്കും. ഇതേപോലെ AO ഡാഷിനെ O ഡാഷ് Q കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ഈ റേഷ്യോ 1 ആയി കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിലെ 2 വശങ്ങൾ, വലിയ ത്രികോണമാണ്, ഞാനത് റഫായിട്ടൊന്ന് വരച്ചാൽ ഇങ്ങനെയാണ്. ഇതാണ്, ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിരിക്കുവാണ്. ഈ വലിയ ത്രികോണത്തെ നമുക്ക് ABC എന്ന് വിളിക്കാം, ഇത് PQ എന്ന് വിളിക്കുവാണ്. AP ബൈ PBയും AQ ബൈ QCയും തുല്യമായാൽ ഇത് സമാന്തരമായിരിക്കുമെന്നാണ്. അങ്ങനൊരു തിയറം നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. therefore എന്തെഴുതാം? OO ഡാഷ് സമാന്തരമാണ് PQ. OO ഡാഷും PQവും സമാന്തരമാണെന്ന് കിട്ടും. ഓക്കെ. അടുത്തത്, ഇനി അതിൻ്റെ നീളത്തെ ബന്ധിപ്പിക്കുന്ന ഒരു റിലേഷനാണ് നമുക്ക് എടുക്കേണ്ടത്. നീളത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇവിടെ തന്നെ അടുത്തൊരു റിലേഷൻ നമ്മൾ എടുക്കുവാണ്. അടുത്ത നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഇവിടെ ഈ ചിത്രം വെച്ചുകൊണ്ട് നമുക്ക് എഴുതേണ്ട AP ബൈ AB
ഈസ് ഈക്വൽ ടു എ ക്യു ബൈ എ സി ഈസ് ഈക്വൽ ടു പി ക്യു ബൈ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് ബൈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്. ഈ റിലേഷനാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ചെറിയ ട്രയാങ്കിളിൻ്റെ നീളം ബൈ വലിയ ട്രയാങ്കിളിൻ്റെ നീളം. ചെറിയ ട്രയാങ്കിളിൻ്റെ എ പി എന്ന് പറയുന്ന സൈഡ്, വലിയ ട്രയാങ്കിളിൻ്റെ എ ബി എന്ന് പറയുന്ന സൈഡ്. ചെറിയ ട്രയാങ്കിളിൻ്റെ എ ക്യു എന്ന് പറയുന്ന സൈഡ്, വലിയ ട്രയാങ്കിളിൻ്റെ എ സി എന്ന് പറയുന്ന സൈഡ്. ചെറിയ ട്രയാങ്കിളിൻ്റെ പി ക്യു എന്ന് പറയുന്ന സൈഡ്, വലിയ ട്രയാങ്കിളിൻ്റെ ബി സി എന്ന് പറയുന്ന സൈഡ്. റേഷ്യോ സെയിം ആയിരിക്കും. അത് ഇവിടെ ഉപയോഗിച്ചാൽ, നമ്മുടെ ചിത്രത്തിൽ അത് ഉപയോഗിച്ചാൽ എ ഒ ബൈ എ പി അല്ലേ, ഒ എ ബൈ എ പി ഈസ് ഈക്വൽ ടു അടുത്തെന്താണ് ഒ ഡാഷ് എ ബൈ എ ക്യു ഈസ് ഈക്വൽ ടു ഒ ഡാഷ് ബൈ പി ക്യു എന്ന് കിട്ടും. ഓക്കെ, ഒ എ എന്ന് പറയുന്നത് ആരമാണ്, അല്ലെങ്കിൽ ഒ എ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ കൊടുക്കാം, ആരമാണ്. ഇത് എ പി എന്ന് പറയുന്നത് ആരത്തിൻ്റെ ഡബിളാണ്. അപ്പോൾ ആർ ബൈ 2r നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇത് തൽക്കാലം നടുക്കത്തെ റിലേഷൻ തൽക്കാലം എഴുതണ്ട, നമുക്ക് അവസാനത്തുമായിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യാം. പി ക്യു ഒ എ ചിത്രത്തിൽ നോക്കുക. ഒ എ എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിൻ്റെ ആരമാണ്, അതിന് സ്മോൾ ലെറ്റർ ആർ എന്ന് കൊടുക്കുക. അപ്പോൾ എ പി എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിൻ്റെ തന്നെ ഡയമീറ്റർ ആവും, വ്യാസമാവും, ആരത്തിൻ്റെ ഇരട്ടിയാണ്. അതുകൊണ്ട് 1/r/2r എന്ന് വരും. അപ്പോൾ ആറ് കട്ടായി കളഞ്ഞാൽ 1/2 ഈസ് ഈക്വൽ ടു ഒ ഡാഷ് ബൈ പി ക്യു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 ഈസ് ഈക്വൽ ടു ഒ ഡാഷ് ബൈ പി ക്യു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പി ക്യു എന്ന് പറയുന്നത് 2 ഇൻറ്റു ഒ ഡാഷ് എന്നാണ്. പി ക്യുവിൻ്റെ നീളം ഒ ഡാഷിൻ്റെ നീളത്തിൻ്റെ ഡബിളാണെന്ന് കിട്ടും. ഓക്കെ.